പൊളിറ്റിക്കോ എന്ന് പറയുന്ന പത്രത്തിൽ ഇപ്പം അല്പസമയം മുമ്പ് അവരുടെ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് ട്രംപ് മംദാനി മേക്ക് ലവ് എന്നാണ്, നോട്ട് വാർ. അത് തന്നെയാണ് SKN അക്ഷരാർത്ഥത്തിൽ ഇന്ന് വൈറ്റ് ഹൗസിൽ സംഭവിച്ചത്. വൈറ്റ് ഹൗസിൽ പൊട്ടലും ചീറ്റലും ഒക്കെ പ്രതീക്ഷിച്ചവർക്ക് നിരാശ സമ്മാനിച്ച കൂടിക്കാഴ്ചയായിരുന്നു ഇന്ന് ഡൊണാൾഡ് ട്രംപും മംദാനിയുമായി നടന്നത്. വളരെ പക്വതയോടെ ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചപ്പോൾ ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരന്റെ എല്ലാ മാനറിസവും നമുക്ക് മംദാനിയിൽ കാണുവാൻ സാധിച്ചു. തുടക്കം മുതലേ മാധ്യമപ്രവർത്തകർ വിവാദ ചോദ്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും അതിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ മുൻകൈയെടുത്ത് മംദാനിയോട് ഒഴിഞ്ഞു മാറാൻ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ കാണാൻ സാധിച്ചു. ട്രംപ് ഒരു ഫാസിസ്റ്റ് ആണോ എന്ന് മംദാനിയോട് ചോദിച്ചപ്പോൾ ധൈര്യമായി യെസ് എന്ന് തന്നെ പറഞ്ഞോളാൻ മംദാനിയുടെ തോളിൽ തട്ടി ട്രംപ് പറയുകയും ചെയ്തു. അതുപോലെ ന്യൂയോർക്കിന്റെ മേയറായി പല യാഥാസ്ഥിതിക ചിന്താഗതിക്കാരെയും ഒക്കെ വരും ദിവസങ്ങളിൽ മംദാനി അത്ഭുതപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു. ന്യൂയോർക്കിലാണ് താൻ ജനിച്ചത്, താൻ ഏറെ ആഗ്രഹിച്ച ഒരു പദവിയാണ് ന്യൂയോർക്ക് മേയർ പദവി. ആ പദവിയിലേക്കാണ് മംദാനി വരുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. അത് മാത്രമല്ല, ന്യൂയോർക്കിലെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുക, പാർപ്പിടം, അതുപോലെ ജീവിത ചെലവ്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ താനും മംദാനിയും ഭാവിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും പ്രസിഡന്റ് പറയുകയും ചെയ്തു. ഇത് തുടർന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് എഴുതിയിരിക്കുന്നത് തന്നെ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓണർ മീറ്റിംഗ് വിത്ത് സോൺ മംദാനി ദ ന്യൂയോർക്ക് ന്യൂ മേയർ എന്നായിരുന്നു. നേരത്തെ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ന്യൂയോർക്കിലെ കുടിയേറ്റ ജനത നേരിടുന്ന പ്രശ്നങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിച്ചതായി മംദാനി പറയുകയും ചെയ്തു. ഈ ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും നമ്മുടെ ലീഡർ കെ കരുണാകരന്റെ ഒരു കൗശലമൊക്കെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നും മാധ്യമങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് നിറഞ്ഞു ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഫയറുള്ള ചെറുപ്പക്കാരെ കണ്ടാൽ അവർക്ക് തുടർച്ചയായിട്ട് അവരുടെ പേരുകൾ ഡ്രോപ്പ് ചെയ്ത് അവരെ ഒരു ഫോക്കസ് പോയിന്റിൽ കൊണ്ടുവന്ന് വളരെ വേഗം അവരെ പോപ്പുലർ ആക്കും. അറിയാമല്ലോ, ഒരിക്കലും ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി ജയിക്കാത്തൊരു നഗരമാണ് ന്യൂയോർക്ക്. അവിടാണ് അത് ഡൊണാൾഡ് ട്രംപിന് നന്നായിട്ട് അറിയാം. മംദാനിയല്ല, ആര് നിന്നാലും അവിടെ ന്യൂയോർക്ക് നഗരത്തിൽ ഒരു ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ജയിക്കും. പക്ഷേ തുടർച്ചയായിട്ട് ഈ വാക്ക് പോരാട്ടങ്ങളിൽ കൂടി ഒരു വേൾഡ് പോപ്പുലർ ആക്കി ഒടുവിൽ വൈറ്റ് ഹൗസിൽ വന്ന് മംദാനിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതിന്റെ ഫുൾ ക്രെഡിറ്റും ഡൊണാൾഡ് ട്രംപാണ്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപാണോ മംദാനിയെ ഇലക്ഷന് നിർത്തിയെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു.